ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാ കണ്ടില്ലേ, അംഗനവാടി കുട്ടികളുടെ പരിപാടിക്ക് പോയ ഒരു വീഡിയോ ആണ് കേട്ടോ. അത് നമ്മൾ കുറച്ച് ദിവസം മുന്നത്തെ വീഡിയോ ആണ്. അപ്പോൾ എഡിറ്റ് ചെയ്ത് ഇപ്പോഴാണ് ഇത് ഇടാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കാണാം. അപ്പോൾ ഞങ്ങൾ പോയി. അപ്പോൾ തന്നെ നല്ല അടിപൊളി ഒപ്പനയും ഗ്രൂപ്പ് ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞി മക്കളൊക്കെ ഇങ്ങനെ പല വേഷങ്ങൾ കെട്ടിയിട്ട് ഇങ്ങനെ മാറ്റി ഒരുക്കി നിൽക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. പിന്നെ ചൂടെടുത്തിട്ട് പാവങ്ങളാകെ വേർത്ത് ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ, ചൂടും കൂടല്ലേ. അങ്ങനെ ഞങ്ങളിത് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പരിപാടികൾ കണ്ടുകൊണ്ടിരിക്കുകയാണേ. വേണ്ടോ വെച്ചിട്ട് നിന്നിട്ട് ലാസ്റ്റ് അങ്ങ് പോയതാണ് കേട്ടോ പരിപാടിക്ക്. ഞങ്ങളടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ, ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു. കുറച്ചങ്ങ് നടന്ന് പോകാനുള്ളൂ. അപ്പോൾ പിന്നെ ഏതായാലും അങ്ങോട്ട് പോയി. അവിടെ പോയതുകൊണ്ട് നമ്മളെ കുടുംബക്കാർ മൊത്തം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും പരിപാടി ഉണ്ട്, നമ്മളെ ആങ്ങളമാരെ മക്കൾക്കൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ പോയപ്പോൾ പിന്നെ ഓരോ പാട്ടൊക്കെ കഴിഞ്ഞിരിക്കണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. പ്ലേറ്റ് നമ്മൾ കൊണ്ടുപോകണം കേട്ടോ. അങ്ങനെ രണ്ട് ചെറിയൊരു നമ്മൾ ബേക്കറി എടുക്കൂലേ, അങ്ങനത്തെ 2 പ്ലേറ്റും പിന്നെ ഒരു മറ്റേ പ്ലേറ്റും ആണ് കേട്ടോ. ആ മറ്റേ പ്ലേറ്റിൽ തിന്നണത് ഞാനാണ്. അപ്പോൾ ബാഗിൽ കൊള്ളുന്നുണ്ട്, ചെറിയ ബാഗായിരുന്നു, അതിൽ അത്രേ കൊള്ളുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞ് പ്ലേറ്റ് എടുത്തു. അങ്ങനെ നമ്മൾ ആവശ്യത്തിന് മാത്രം ഫുഡ് വാങ്ങട്ടെ, കുട്ടികൾക്കുള്ള ഫുഡല്ലേ, അപ്പോൾ വെറുതെ വേസ്റ്റ് ആക്കാൻ പറ്റൂല. അപ്പോൾ ഒരിങ്ങനെ പറയണുണ്ട്. അപ്പോൾ നമ്മൾ പാകത്തിന് മാത്രം ഒരു വിളമ്പി തരുമ്പോൾ ഇത്ര മതി എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ച് കഴിക്കുക. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. പായസം ഉണ്ടായിരുന്നു കേട്ടോ, ഗ്ലാസ് കൊണ്ടുപോയിട്ടില്ല, അതുകൊണ്ട് കുടിക്കാൻ പറ്റിയില്ല. പായസം ഉള്ളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ പരിപാടി ഇതാ തുടങ്ങി. ഉമ്മാൻ്റെ അനിയത്തിയും ഉമ്മാൻ്റെ ആങ്ങളുടെ പേരക്കുട്ടിക്കും ഒക്കെ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ, കാരണം ഒരുപാട് ആൾക്കാരുണ്ട്, ഓരൊക്കെ എവിടെ ഇരിക്കണമെന്ന് പോലും അറിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് വന്നിട്ട് പിന്നെ മുന്നിൽ തന്നെ സ്ഥലം കിട്ടി. കുറച്ച് ആൾക്കാർ ഫുഡ് കഴിക്കാൻ പോയതുകൊണ്ട് കസാലൊക്കെ ഒഴിഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ കയറിയിരുന്നു. അങ്ങനെ പിന്നെയും പരിപാടി കാണൽ തുടങ്ങി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം മുന്നിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. ആ ടൈമിൽ ഇങ്ങനെ ഇവർ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, മുന്നിൽ നിൽക്കണവരൊക്കെ ഇരിക്കണവർക്ക് കാണാൻ പറ്റണില്ല, സൈഡിൽ നിൽക്കണവരൊക്കെ മാറിക്കാന്ന്. ഞങ്ങൾ ഇവിടെ ഇരുന്നപ്പോഴാണ് ഇത് മനസ്സിലായത്, എങ്ങനെ മുന്നിൽ നിൽക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവണമെന്ന്. ഞങ്ങൾ ഇരുന്നപ്പോൾ എല്ലാവരും മുന്നിൽ കയറി നിന്നിട്ട് ദേഷ്യം വരികയായിരുന്നു കേട്ടോ, കാണാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ ഞാനപ്പോൾ പറഞ്ഞും ചെയ്തു, നമ്മൾ നേരത്തെ ഞങ്ങൾ സൈഡിൽ നിന്നിരുന്നു. ആ സൈഡിലൊക്കെ നിന്നപ്പോൾ ഇതേപോലെ തന്നെ ആ ഭാഗത്ത് ഇരിക്കണവർക്ക് കണ്ടിട്ടുണ്ടാവില്ലല്ലേ എന്നൊക്കെ പറഞ്ഞിരുന്നുണ്ട്. അങ്ങനെ ഒന്ന് കഴിഞ്ഞ് ഒന്ന്, അങ്ങനെ ഓരോ കുട്ടികൾ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. കുറേ കുട്ടികൾ കരഞ്ഞിട്ട് സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട്, കളിക്കാതൊക്കെ നിൽക്കുന്നുണ്ട്. കുറേ ആൾക്കാർ നല്ല കളിക്കണമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് അവിടുന്ന് പിന്നെ ഐസിനി സ്കൂൾക്കൊക്കെ പോയതല്ലേ, ഓൻ വരുമ്പോക്കിന് തിരിച്ച് എത്തണം. അപ്പോൾ ഞങ്ങൾ 3 മണിയപ്പോൾ വേഗം ഇറങ്ങിയ പാടന്നെ ഞങ്ങളെ അളിയാക്കാനെ കണ്ടു കേട്ടോ, അമ്മോൻ്റെ മോളെ ഭർത്താവിനെ. അങ്ങനെ ഒരു ഞങ്ങൾക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങി തന്നു. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയ പാടുന്ന് ഉപ്പാൻ്റെ മൗലൂദാണ് കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് പള്ളിക്കണ്ടത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ആകെ ചമ്മലൊക്കെ പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ മുറ്റടിക്കാനൊന്നും ഏതായാലും സമയമില്ല, വൈകിട്ടാണ് ഞങ്ങൾ വന്നത് കേട്ടോ. ഇനിയും ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ ഓടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടെയൊക്കെ സംസാരിച്ചിരുന്നു, അയൽവാസികളെല്ലാവരെയും കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഞങ്ങൾ താത്താടക്ക് പോയി. അപ്പോൾ വലിയ ആങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ മൗലൂദ് ഉള്ളത്. അപ്പോൾ ഇതാ ഇനോനി ഞങ്ങളെപ്പം പോരാനാണ് ഓള് നിൽക്കണത് കേട്ടോ. അങ്ങനെ അവളെ തിരിച്ച് പറഞ്ഞയച്ചു, ഞങ്ങൾ അങ്ങോട്ട് പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ എത്തിയപ്പോൾ ഫുൾ ഗ്യാങ് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഐസിൻ്റെ പിന്നെ പറയും വേണ്ടല്ലോ, ഓരൊക്കെ കണ്ടാൽ ഓനക്ക് പിന്നെ ഒന്നും വേണ്ട. അപ്പം പിന്നെ ഓരൊക്കെ കൂടെ അവിടെ അങ്ങനെ ഓടിക്കളിക്കുന്നു കേട്ടോ. മരിഭാഗം കൊടുക്കാനയക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി പോരി നമുക്ക് അകത്തേക്ക് പോകാമെന്നേ. അവിടെ എത്തിയപ്പോൾ തന്നെ പായസം റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പായസം കുടിച്ചു. ഗോതമ്പ് പായസം എന്ന് തോന്നുന്നു കേട്ടോ, ഓർമ്മയില്ല എന്താ കുടിച്ചതെന്ന്. പിന്നെ ഇതാ നമ്മളെ ഫുള്ള് കുട്ടികളും ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിൽ കുറച്ച് കുട്ടികളുള്ളൂ കേട്ടോ, ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. ഇതിലാകെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അങ്ങനെ ഫുഡൊക്കെ ഇത് അവിടെ റെഡിയാക്കുന്നുണ്ട്. ചിക്കൻ ബിരിയാണി, പിന്നെ അതേപോലെ തന്നെ ചിക്കൻ കറി, തേങ്ങാച്ചോറ്, അതൊക്കെയാണ് കേട്ടോ ഫുഡ്. പിന്നെ ഉസ്താദ് വന്നു, മൗലൂദ് തുടങ്ങി. നമുക്ക് 2-3 മൂല്യരുട്ടികളും വരാനുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ വീട്ടിൽ തന്നെ പേരക്കുട്ടികൾ, അങ്ങനെ ഓരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരൊക്കെ വന്നു, പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. ഇവരിവിടെ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാൽ വേറെ രസമാണ്. ഒരാൾക്ക് ഫോൺ ഇട്ടാൽ വേറെ ഉള്ളവർക്കൊക്കെ ഫോൺ വേണ്ടി വരും. അങ്ങനെ ഫോണില്ലാതെ തീറ്റിക്കാൻ നോക്കിയപ്പോൾ എങ്ങനെ നമ്മളെ മക്കൾ ഫോൺ ചെയ്യാതെ തിന്നു. അങ്ങനെ എല്ലാവരും ഫോൺ എടുത്തു ലാസ്റ്റ്. അങ്ങനെ കൈ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. അങ്ങനെ മക്കളും മരുമക്കളും പേരക്കുട്ടികളും എല്ലാവരും കൂടെ അന്നത്തെ ദിവസം അങ്ങനെ തീർന്നു, അൽഹംദുലില്ലാ. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.